ഗിരി മതി, ഇനി എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയരുത്. ഗിരി മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ചെയ്ത തെറ്റ് ഗിരിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ, അത് മതി. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? ഇല്ലേ? ഇവർക്കിടയിലെ മഞ്ഞുരുകിയ സ്ഥിതിക്ക് നമുക്ക് ആരംഭിച്ചാലോ? സുമിതയ്ക്ക് ഒരെണ്ണം ഒഴിക്കട്ടെ. അയ്യോ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജ്യൂസൊക്കെ തന്നെ എന്നെ കുടിപ്പിച്ച് പറ്റിക്കരുത്. നീ ചിരിക്കണ്ട കേട്ടോ. ഓർമ്മയുണ്ടല്ലോ നീ ഒറ്റൊരാൾ എന്നെ പറ്റിച്ചത്. ഗിരി മാപ്പ് പറഞ്ഞിട്ടും സുമിതയുടെ വിഷമം മൊത്തമായിട്ട് പോയിട്ടില്ല തോന്നുന്നുണ്ടല്ലോ. അത് അക്കുന് വെറുതെ തോന്നുന്നതാ. ഏയ്, എന്നാലും ആ മുഖത്ത് ഒരു ഇത്തിരി വിഷമം കാണാണ്ടല്ലോ. സുമിതയുടെ സങ്കടം മാറ്റാനേ ഗിരി എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഹേയ്, അങ്ങനെ ഗിഫ്റ്റ് ആയിട്ടൊന്നുമില്ല. സുമിതയോട് ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. വീണ്ടും പഠിപ്പിക്കാൻ പോകുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനൊരു അവസരം വന്നാൽ അത് ഏറ്റെടുക്കുമെന്ന് അറിയാനാ. ഗിരി വീണ്ടും സുമിതയെ കോച്ചിങ് സെന്ററിലേക്ക് ജോലിക്ക് വിടാൻ പോവാണോ? ഒരിക്കലുമല്ല. സുമിത ടീച്ചിങ് പ്രൊഫഷൻ തുടരാൻ പോകുന്നത് നമ്മുടെ ഓഫീസിലായിരിക്കും, SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ. ഗിരിയുടെ ഓഫീസിലോ? അവിടെ ആര് പഠിപ്പിക്കാൻ? അതിനവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. സുമി പഠിപ്പിക്കുന്നത് കുട്ടികളെ തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, മുതിർന്നവരെയും പഠിപ്പിക്കാമല്ലോ. കമ്പനി ജീവനക്കാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ വന്ന ഒരു ഐഡിയ ആണ് ഒരു ലാംഗ്വേജ് ട്രെയിനറെ വെക്കാൻ. എന്റെ അറിവിൽ അതിന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സുമിയ. ഇപ്പൊ നോക്കിക്കേ, ഒരാളുടെ മുഖം താമരപ്പൂ പോലെ വിടർന്നിട്ടുണ്ട്. എന്താ സുമിയുടെ അഭിപ്രായം? അതോടെ കേക്കട്ടെ. ആകാശ് പറഞ്ഞത് ശരിയാണ്. ഗിരി എനിക്ക് ഈ ലൈഫിൽ തരുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയത്. എന്തായാലും സുമിത നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോഴേ കോറും തികയും. എന്താ സനുമോളെ, മോളെന്താ അടുക്കളയിലേക്ക് വന്നത്? വിശപ്പായോ? ഏയ്, ഒരു അരമണിക്കൂർ മതി, അതിനുള്ളിൽ അത്താഴം റെഡിയാവും. അല്ലമ്മേ അത് മോളവിടെ പോയിരുന്നോ? അമ്മ വേഗം അത്താഴം ഒരുക്കി വിളമ്പി വെച്ചിട്ട് ഞാൻ വിളിക്കാം. അതെന്താ അമ്മേ ഞാൻ അടുക്കളയിൽ വന്ന എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്? ഇന്നത്തെ അത്താഴം എന്റെ വക. ഇന്നത്തെ അത്താഴത്തിന് മോമോസ് കഴിച്ചാലോ? മോമോസോ? മോമോസ് അല്ലമ്മേ, മോമോസ്. അതെന്തോ സാധനം? അങ്ങനെ ഒരു സാധനമുണ്ട്, കഴിച്ച അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കി തരാം.
എളുപ്പം ഇത് ഉണ്ടാക്കാൻ. രുചിയാണെങ്കിലോ ഓ പറയാൻ വേണ്ട. ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ ഇന്നും രാത്രി മോമോസ് മതിയെന്ന് തന്നെ പറയും. അമ്മ ഒരു മിനിറ്റ്. വെജിറ്റബിൾസ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഫില്ലിങ്സിനുള്ളതാ. മാവ് കുഴച്ച ശേഷം ഇതിനകത്ത് വേണം ഫില്ലിങ്സ് വെക്കാൻ. പക്ഷെ മോളെ മാവ് അല്പം വെള്ളം പോലെ ആയല്ലോ. അതൊന്നും സാരമില്ല അമ്മേ. ഫില്ലിങ്സ് വെച്ച് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, പിന്നെ എന്താ. അമ്മ കുറച്ച് മാവെടുത്ത് ചപ്പാത്തി പരുവത്തി കുഴച്ചു തരാം, മോള് മാറ്. അമ്മേ എന്നെ അങ്ങനെയൊന്നും അമ്മ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഞാൻ അടുക്കള കയറി ശീലമുള്ള ആള് തന്നെയാ. അതെ, ഇത്ര തീ വേണോ മോളെ? ഇത്തിരി കുറച്ചൂടെ? ഏയ് അകത്തിരിക്കുന്നതൊക്കെ വേവണ്ടേ അമ്മേ. ഫില്ലിങ്സ് ആദ്യം ഒന്ന് കുക്ക് ചെയ്ത് വെക്കണം. ഏട്ടത്തിൽ ചെയ്യാൻ മറന്നുപോയി. നന്ദു ഇത് എന്തറിഞ്ഞിട്ടാ? ഇതിനു മുമ്പ് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല പിന്നെ, അറിയാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാൻ നിക്കല്ലേ നന്ദു. ഇത്ര ആത്മവിശ്വാസത്തോടെ സനുമോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നന്നാവും, അതെനിക്ക് ഉറപ്പാ. അയ്യോ അമ്മേ, അയ്യോ എന്താ ഇത്? എന്തൊരു പുകയാ ഇത്? നീ എന്താ മനുഷ്യനെ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തിയടിക്കാൻ പോവാണോ? ഏട്ടത്തി ഒന്ന് മോമോസ് ഉണ്ടാക്കിയതാ ശ്രീയേട്ടാ. അല്പം കരിഞ്ഞു പോയെന്നുള്ളൂ, പക്ഷെ സൂപ്പർ മോമോസാ. ഒരിക്കൽ കഴിച്ച പിന്നെ എന്നും നമ്മൾ അത് തന്നെ പറയും. അമ്മയോട് ആരാ ഇവളെ അടുക്കളയിൽ കയറ്റാൻ പറഞ്ഞേ? എന്റെ സനു നിനക്ക് പറ്റാവുന്ന പണിക്കുമെല്ലാം പോയാ പോരെ? ഈ കരിഞ്ഞിരിക്കുന്ന സാധനം ഈ പട്ടിയും പൂച്ചയും പോലും കഴിക്കാല. ഗിരിയോടുള്ള എല്ലാ പിണക്കം ഇപ്പൊ മാറിയില്ലേ? ഗിരി എനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്നേഹ. നീ ആഗ്രഹിച്ചതുപോലെ ഗിരി നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും സ്നേഹ, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറ്റം ഗിരിക്ക് സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഈശ്വരൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് വിചാരിച്ചാ മതി. ഗിരിയുടെ ഈ മാറ്റം പൂർണ്ണമാവണമെങ്കിലേ എനിക്ക് ഗിരിയെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഗിരിയുടെ ബാല്യത്തെ കുറിച്ച് എനിക്കറിയണം. അതിന് നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ കാര്യം പറയും. ആ അത് പിന്നെ കള്ളു കുടിച്ച ആൾക്കാര് സത്യം പറയുന്നല്ലേ നീ അന്ന് പറഞ്ഞ? അതെ. ആകാശം ഗിരിയെ ഇന്ന് ഏതായാലും ആ അവസ്ഥയില. അതുകൊണ്ട് ഗിരിയെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ആകാശിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. ഇത്രയുള്ള കാര്യം? അത് ഞാൻ ഏറ്റു. ഞാൻ അക്കുനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. നീ നിന്റെ സംശയം മുഴുവൻ അവനോട് ചോദിക്ക്. ഇപ്പൊ വരാം. അതെ, ഇത് ഞാൻ നേരത്തെ തരാൻ മറന്നു. ചിക്കൻ ഫ്രൈ നിന്റെ ഫേവറേറ്റ്. സോറി. ഞാൻ എടുത്തോളാം.
താടാ. ഏയ് ചുമ്മാ ഇരിടാ. ഓ. അതെ, സുമിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ അകത്തേക്ക് ചെല്ല്. എന്താ ഒരു രഹസ്യം പറയുന്നേ? ഞാനും കേൾക്കണ സ്നേഹ. എന്താ അവൾക്ക് അറിയേണ്ടത്? അവൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ തീർത്തു കൊടുക്കാം. നീ ഇവരൊന്ന് കമ്പനി കൊടുക്ക. ഓക്കെ. നീ എവിടെ പോടാ? ഇപ്പൊ വരാടാ. എവിടെ? ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്. എടാ നീ പോലും, നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് വരാൻ. എനിക്ക് കമ്പനി ഇവിടെ ഇപ്പൊ ആരുമില്ലേ? ഗിരിക്ക് കമ്പനി തരാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. സ്നേഹ മൈ ഡാർലിംഗ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മഹാഭാഗ്യമാണ്. ആരെന്നറിയോ? സുമി. അതിപ്പോഴെങ്കിലും ഗിരിക്ക് മനസ്സിലായല്ലോ. നന്നായി. മനസ്സിലായി. ഗിരിയുടെ പഴയ കാര്യങ്ങളെന്ന് പറയുമ്പോ ഗിരിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ലോകത്തിലെ ഒരാള് ആകാശ് മാത്ര. ഗിരിയെക്കുറിച്ച് ആകാശിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുമോ? കറക്റ്റ്. സ്നേഹ പറഞ്ഞത് കറക്റ്റ്. അതെ, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. എന്നാലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവുള്ളൂ. പൊരുത്തം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സ്നേഹ? 100% ശരിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗിരിയുടെ മനസ്സിലുണ്ടായിരുന്നോ? എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം കീരിയും പാമ്പും പോലെ നടന്നേ? അത് പിന്നെ മോളെ, ഈ ചട്ടിയും കലവും ഒക്കെ ഇല്ലേ, അതിന് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അതല്ലേ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു സ്നേഹം, അല്ലേ സ്നേഹം? അങ്ങനെ തുറന്നു പറയാൻ മാത്രം അവനെന്ത് രഹസ്യമുള്ളത്? ഈ കാണുന്നതൊക്കെ തന്നെയാണ് അവൻ. ചെറുപ്പം മുതല് ഗിരിയുടെ കൂടെ തന്നെ ഉള്ള ഒരാളല്ലേ ആകാശ്? നിങ്ങൾ ഒരുമിച്ചുള്ള ഡ്രോയിങ് അടക്കം ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗിരി. ആ കാലം മുതല് ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വലിയ വേദനകള് ഗിരിക്കുണ്ടായിട്ടുണ്ടോ? സോറി സുമി, ആ ബെസ്റ്റ് ഫ്രണ്ട് അത് ഞാനല്ല. പിന്നെ അതെ, ഞാൻ പറയട്ടെ. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് അറിയോ? സുമിത. റിയലി? സുമി അവളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം നല്ല സുഹൃത്തുക്കളായാൽ തന്നെ ദാമ്പത്യ ജീവിതം വിജയിച്ചു എന്ന് പറയാം. എനിക്ക് ഗിരിയുണ്ടല്ലോ, 10ാം ക്ലാസ്സിന് ശേഷമുള്ള പരിചയമുള്ളൂ. അതുവരെയുള്ള ഗിരിയുടെ ജീവിതം എനിക്കറിയില്ല സുമി. എത്ര പിണങ്ങിയാലും എന്റെയും സുമിയുടെയും ബന്ധമുണ്ടല്ലോ, ഓരോ നിമിഷവും ഇങ്ങനെ കൂടി 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 വരിക. പിന്നെ ഗിരിനെ പറ്റി എനിക്ക് വേറൊരു കാര്യം അറിയാം. സുമി, എന്താ? നമ്മുടെ ഗിരി ഒരു ഗിരി ഉണ്ടല്ലോ. ആകാശെ ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗിരി എന്താ പറഞ്ഞേ? ഹലോ ആകാശെ. ആകാശെ എന്താ പറഞ്ഞു വന്നേ? അതാ നല്ല. അയ്യോ പാവം. കഴിഞ്ഞോ ആകാശേ? കഴിഞ്ഞോ? ആ ഗ്ലാസിങ് തന്നെ. ഇതിനെ ഞാൻ കൊണ്ടുപോയി കിടക്കയിലിട്ടോളാം.
അവിടെ ഗിരിയും ഇതേ അവസ്ഥയിലാ. നീ അങ്ങോട്ട് ചെല്ല്. ഹലോ, വാ പോവാ. എന്റെ അമ്മച്ചി. അയ്യോ, അക്കു, എന്റെ ദൈവമേ. താങ്ക് യു. ഏ? അങ്ങനെ രണ്ടു വാക്ക് നന്ദിയിൽ പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം. അത്രയും വലിയൊരു കാര്യമാണ് ഗിരി എനിക്ക് വേണ്ടി ചെയ്തത്. സുമി, ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു അധ്യാപികയായിട്ട് മാറാനുള്ള ഒരു അവസരം ഗിരി എനിക്ക് തന്നില്ലേ? എനിക്കത് വലിയ കാര്യം തന്നെയാണ്. സുമി, സുമി ഒരു നല്ല ടീച്ചറാ. ആണോ? പിന്നെ നല്ല ടീച്ചർ. അത് ഗിരിക്ക് എങ്ങനെ അറിയാം? എത്ര വട്ടം സുമി എനിക്ക് ക്ലാസ് എടുത്തിരിക്കുന്നു അല്ലേ? വീട്ടിൽ വെച്ചേ നമ്മൾ ഓരോ തവണയും വഴക്കുണ്ടാക്കുമ്പോഴേ No, thanks. അച്ഛമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ?